4 എപ്പിസോഡുകൾ ചെയ്തൊരു സീരീസാണ് സിനിമയായ യഥാർത്ഥ ദൃശ്യങ്ങൾ. ഈ ഒരു സീരീസിൽ നമ്മൾ സംസാരിക്കുന്നത് വൈറലായ ഒരു വീഡിയോ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചാണ്. യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചോ യഥാർത്ഥ വ്യക്തികളെക്കുറിച്ചോ ചെയ്ത സിനിമകളെ കുറിച്ചല്ല, ഒരു വീഡിയോ തന്നെ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച്. ഈ സീരീസിലെ 3 എപ്പിസോഡുകൾ ചേർത്തുള്ള ഒരു സിംഗിൾ വാച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പെടാതെ പല വീഡിയോകളിലായി നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കമ്പൈലേഷൻ ആണിത്. 2022 ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട്, മമത മോഹൻദാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ലീഗൽ ത്രില്ലർ ചിത്രമാണ് ജനഗണമന. സിനിമയുടെ ആദ്യത്തിൽ കോളേജ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് VC പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. This is today's newspaper. See this. ഈ കൂട്ടരുടെ ഉദ്ദേശം എന്താണെന്ന് ഇവരുടെ വേഷം കണ്ട തിരിച്ചറിയാലോ. പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രം കണ്ടാൽ അവരാരാണെന്ന് തിരിച്ചറിയുമല്ലോ എന്നാണ് പറയുന്നത്. 2019 ഡിസംബറിൽ ജാർഖണ്ഡിലെ ദുംകയിൽ നടന്ന BJPയുടെ ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില വാചകങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. TV पे उनके जो दृश्य आ रहे हैं, ये आग लगाने वाले कौन है, वो उनके कपड़ों से ही पता चल जाता है. CAA പ്രൊട്ടസ്റ്റിൽ അക്രമം നടത്തുന്നത് ആരാണെന്ന് അവരുടെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുമല്ലോ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. VCയുടെ കഥാപാത്രത്തിന് വസ്ത്രത്തിലും ലുക്കിലും മോദിയുമായി സാമ്യം തോന്നിക്കുന്നുമുണ്ട്. 2024 സൂപ്പർ ഹിറ്റ് ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. മിക്സഡ് റിവ്യൂ ആയിട്ടും ചിത്രം കോടികളാണ് തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത്. ഈ ഡയലോഗിനോട് സാമ്യമുള്ള വാക്കുകൾ യഥാർത്ഥ ജീവിതത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മറ്റാരുമല്ല, ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനാണ് അങ്ങനെ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പല മാനറിസവും നിതിൻ മോളി എന്ന കഥാപാത്രത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഒമർ ലുലു സംവിധാനം ചെയ്ത ധമാക്ക എന്ന സിനിമയിലെ ഒരു രംഗമായിരുന്നു ഇത്. പുലർത്താൻ വേണ്ടി മീൻ വിൽക്കാനെത്തിയ ബിടെക് ബിരുദധാരിയാണ് ശിവ. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ രംഗം ചെയ്തത്. ഹനാൻ എന്ന പെൺകുട്ടി സ്കൂൾ യൂണിഫോമിൽ മീൻ വിറ്റ സംഭവം. 5 മണി ഷാർപ്പ് 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ചെമ്പക്കര മാർക്കറ്റില് എന്നെ ഈ തൃശ്ശൂർക്കാരിനെ വന്ന് കാണാം. ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻപോളി ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ആ ഒരു സിനിമയിൽ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന ഒരു യഥാർത്ഥ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്താ മാറി നിൽക്കണേ? നീ എനിക്ക് വേറെ അല്ല കേട്ടോ. ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുസ്തഫ തോന്നിപ്പോയാ. സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോ മനസ്സ് പടയുന്നുണ്ടല്ലേ പൈതങ്ങളെ. ഈ ഒരു വീഡിയോയാണ് സിനിമയിലും അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തത്. ഡയലോഗുകളും ഏകദേശം ഒരുപോലെയാണ്. നൊബേൽ പ്രൈസ് വിന്നർ മലാല യൂസഫ്സായിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ കഥ പറയുന്നത്. അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന് താലിബാന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് മലാല യൂസഫ്സായി എന്ന 14-കാരി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി താലിബാനെതിരെ പ്രതികരിക്കുകയും അതുകൊണ്ട് ആക്രമിക്കപ്പെടുകയും ചെയ്ത ആളായിരുന്നു മലാല യൂസഫ്സായി. സിനിമയിൽ സാഹിബ് എന്ന കഥാപാത്രത്തിന്റെ മകളെയും കാണിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. മലാല UN നടത്തിയ സ്പീച്ച് ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Honorable UN Secretary General, The UN General Assembly, dream shall come true. and every girl who have raised their voice for their rights. പല യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന രീതിയിൽ സിനിമ എടുത്തതിന്റെ പേരിലാണ് എമ്പുരാൻ സിനിമ വിവാദമാകുന്നതും പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നതും പേരുകൾ റീഡപ്പ് ചെയ്യേണ്ടി വന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരികയൊന്നും ചെയ്യാതിരുന്ന പല യഥാർത്ഥ സംഭവങ്ങളും വ്യക്തികളെക്കുറിച്ചുമെല്ലാം സിനിമയിലുണ്ട് താനും. സിനിമയിൽ RPIM പാർട്ടിയുടെ സമ്മേളനം കാണിക്കുമ്പോൾ ഇത്തരത്തിലൊരു മെഗാ തിരുവാതിര കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുണ്ടായ ഒരു സംഭവം തന്നെയാണ്. CPIM പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു അത്തരത്തിലൊരു മെഗാ തിരുവാതിര ഉണ്ടായത്. ആ തിരുവാതിരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ടിലെ കാരണഭൂതർ എന്ന വാക്കാണ് പിന്നീട് ട്രോളന്മാർ ഏറ്റെടുത്തത്. RPIM എന്നത് CPIM-ഉം മേടയിൽ രാജൻ എന്നത് പിണറായി വിജയനെയുമായിരിക്കാം സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച സജനചന്ദ്രൻ എന്ന കഥാപാത്രം K. സുരേന്ദ്രനെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾക്ക് ഒരു 10-35 സീറ്റ് കിട്ടിയാൽ 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കും ഞാൻ ഇപ്പോൾ. കാരണം K. സുരേന്ദ്രൻ പറഞ്ഞ ഈ ഒരു വാക്കുകളെല്ലാം തന്നെ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കേരള നിയമസഭയിൽ 35 സീറ്റ് ഞങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ കേരളം ഞങ്ങൾ പറയുന്ന ആൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ. ബേസിൽ ജോസഫ് ചിത്രമാണ് മരണമാസ്.
ഈ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പത്രസമ്മേളനത്തിനിടയിൽ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. അയാളൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുക, താമസിയാതെ വരും. ഈ ഒരു രംഗം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ നടത്തിയ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിന്നുമാണ്. ഒന്ന് വിളിച്ചോക്കപ്പോ എന്തോന്ന് ഈ ഒരു യഥാർത്ഥ രംഗമാണ് സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞ സംസ്കാര സമ്പന്നമായ വാക്കുകൾ തന്നെയാണ് സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. 2022 വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ദർശന, ബേസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ജയ 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 ഹേ എന്ന സിനിമയിലെ മതനേതാക്കളുടെ സ്ത്രീകളെക്കുറിച്ചുള്ള ആകുലതകൾ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വൈറലായ ചില മതനേതാക്കളുടെ വീഡിയോകളുമായി ആ വീഡിയോക്ക് സാമ്യമുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു പാസ്റ്റർ പറയുന്ന ഡയലോഗാണിത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഡയലോഗുകൾ ഒരുപാട് മതനേതാക്കൾ പറഞ്ഞതായി കാണാം. ആ ചുരിദാറിൽ നല്ല വസ്ത്രത്തിൽ 3 മാറ്റം വരുത്തി സാത്താൻ കയറിട്ട സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു ഉസ്താദിന്റെ രംഗം ആ സിനിമയിൽ കാണാം. സ്ത്രീയെക്കുറിച്ചും സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വികലമായ സങ്കല്പങ്ങൾ പറയുന്ന ഒരുപാട് വൈറൽ വീഡിയോസ് ഈ ഗണത്തിൽ നാം കണ്ടിട്ടുണ്ട്. സ്ത്രീയുടെ മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. ആടം പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല. മറ്റൊന്നായിരുന്നു സ്വാമിയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. മീമുകളിലൂടെ പ്രസിദ്ധരായി മാറുകയും പിന്നീട് പല ക്രിമിനൽ കേസുകളിലും പെടുകയും ചെയ്യുന്ന ആൾ ദൈവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ രംഗം തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയായ യഥാർത്ഥ ദൃശ്യങ്ങളെ പോലെ തന്നെ യഥാർത്ഥ സിനിമാ സീനുകൾ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചും ഈ സീരീസിൽ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ ചില വീഡിയോസ് നമുക്ക് കാണാം. വൻ പരാജയം ഏറ്റുവാങ്ങിയ ടൊവിനോ തോമസ് ചിത്രമാണ് നടികർ. ലാൽ ജൂനിയർ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കാണിച്ച പല സിനിമാ രംഗങ്ങളും യഥാർത്ഥത്തിലുള്ള സിനിമാ രംഗങ്ങളുടെ റീക്രിയേഷനായി തോന്നിയിട്ടേ ഇല്ല, ഒറ്റൊന്നൊഴിച്ച്. സിനിമയുടെ ട്രെയിലറിലും ആ ഒരു സിനിമാ രംഗമാണ് ഉപയോഗിച്ചത്. മധുബാൽ ഒരു ഡയറക്ടർ കഥാപാത്രം ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളായിരുന്നു യഥാർത്ഥ സിനിമയിൽ നിന്നും റീക്രിയേറ്റ് ചെയ്തത്. 1999 ഡെന്നീസ് ജോസഫ് എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായിരുന്നു FIR. ആ സിനിമയിലെ നായകൻ സുരേഷ് ഗോപി അവതരിപ്പിച്ച മുഹമ്മദ് സർക്കാർ ആയിരുന്നു. വില്ലനായി വന്നത് മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് വില്ലനായ രാജീവ് അവതരിപ്പിച്ച നരേന്ദ്ര ഷെട്ടിയും. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല. FIR സിനിമയുടെ ഷൂട്ടിംഗ് പോലെ തോന്നിപ്പിക്കുന്ന രംഗങ്ങളാണ് നടികർ സിനിമയിലും കാണിച്ചത്. ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്തു തീർക്കാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ സുരേഷ് ഗോപി മുഹമ്മദ് സർക്കാർ ആണെങ്കിൽ ഡേവിഡ് പടിക്കൽ മുഹമ്മദ് സാക്കിർ ആണ്. ആൻഡ് മുഹമ്മദ് സർക്കാർ is highly മുഹമ്മദ് സാക്കിർ ഹൈലി. ഷെട്ടിയുടെ ഇൻട്രോ സീനുമായി സാമ്യമുള്ള ഒരു രംഗമാണ് ഈ രംഗം. ഷൈൻ ടോം ചാക്കോയാണ് ഷെട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും. സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു രംഗമായിരുന്നു കാതോട് കാതോരത്തിലെ ദേവദൂതർ പാടി എന്ന ഗാനം. ഇതായിരുന്നു യഥാർത്ഥ സിനിമയിലെ ആ ഒരു പോർഷൻ. വളരെ പെർഫെക്റ്റായി ആ സിനിമയിലേതുപോലെ തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയെ മാത്രമാണ് AI ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റു അഭിനേതാക്കളായ ലിസി, സരിത പോലെയുള്ളവരെല്ലാം തന്നെ അവരുടെ അതേപോലെ തോന്നിപ്പിക്കുന്ന രൂപമുള്ളവരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംവിധായകനായ ഭരതനെയും നെടുമുടി വേണുവിനെയും എല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. 2019 ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. കാറുകളോട് ക്രേസുള്ള ഡ്രൈവറെ പിന്നിലിരുത്തി സ്വയം വണ്ടി ഓടിക്കുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച സൂപ്പർ സ്റ്റാർ ഹരീന്ദ്രൻ. വല്ലപ്പോഴും ഓടിക്കാൻ തന്നാ കൊള്ളാമായിരുന്നു. ആ ഒരു സംഭവങ്ങൾക്ക് മമ്മൂട്ടിയുമായിട്ടാണ് ഏറെ സാമ്യമുള്ളത്. സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച മറ്റൊരു കഥാപാത്രമാണ് മെഗാസ്റ്റാർ ഭദ്രൻ. മെഗാസ്റ്റാർ എന്നും മമ്മൂട്ടിയെ തന്നെയാണ് വിളിക്കാറ്. എന്നാൽ സിനിമയിൽ ഭദ്രൻ അവതരിപ്പിക്കുന്ന ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ.
നരസിംഹം സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ചില രംഗങ്ങളുമായി അതിനേറെ സാമ്യമുണ്ട്. ഭദ്രൻ ഡബ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ചില സിനിമാ രംഗങ്ങളുണ്ട്. ശ്രീ മോഹൻലാലിന്റെ നീരാളി സിനിമയുമായിട്ടാണ് ആ രംഗങ്ങൾക്ക് ഏറെ സാമ്യമുള്ളത്. നീ സുരക്ഷിതയാണ്. ഈ ഒരു സീരീസിന്റെ 5ാമത്തെ പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. 4 പാർട്ടുകളിൽ നമ്മൾ പറയാത്ത ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.